നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ബുദ്ധ PSCയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പഠിച്ചത് അന്തസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും വലിയ ഗ്രന്ഥിയായ തൈറോയിഡ് ഗ്രന്ഥിയെയും തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണായ തൈറോക്സിനെ കുറിച്ചുമാണ്. ഇന്ന് നമുക്ക് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണായ കാൽസിട്ടോണിനെ കുറിച്ച് പഠിക്കാം. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കൂടുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽഷ്യത്തിന്റെ സാധാരണ അളവ് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml. ഈ 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml കൂടുതൽ രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുകയാണെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി കാൽസിട്ടോണിൻ ഉൽപ്പാദിപ്പിച്ച് രക്തത്തിൽ അധികം വരുന്ന കാൽഷ്യത്തെ എല്ലിലും പല്ലിലും അസ്ഥികളിലുമൊക്കെ സംഭരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലും പല്ലും ബലപ്പെടുത്തുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ കാൽസിട്ടോണിൻ എന്നാണ് ഉത്തരം. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളായ തൈറോക്സിനെയും കാൽസിട്ടോണിനെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇന്നലത്തെയും ഇന്നത്തെയും ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അന്തസ്രാവി ഗ്രന്ഥികളിലെ രണ്ടാമത്തെ ഗ്രന്ഥിയായ പാരാതൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ച് പഠിക്കാം. പാരാതൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ കൂട്ടുന്ന ഹോർമോണാണ് പാരാതെർമോൺ. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പാരാതെർമോൺ വൃക്കയിൽ നിന്നും കാൽഷ്യത്തെ തിരികെ രക്തത്തിലേക്ക് പുനരാഗീകരണം ചെയ്യുന്നു. അങ്ങനെ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ കൂട്ടുന്ന ഹോർമോണാണ് പാരാതെർമോൺ. പാരാതെർമോണിന്റെ കുറവ് മൂലം പേശികൾക്കുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. അടുത്തത് നമുക്ക് അന്തസ്രാവി ഗ്രന്ഥികളിലെ മൂന്നാമത്തെ ഗ്രന്ഥിയായ പൈനിയൽ ഗ്രന്ഥിയെ കുറിച്ച് പഠിക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് സെറിബെല്ലത്തിന് തൊട്ടടുത്ത് പയർവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് മെലാറ്റോണിനും സെറാട്ടോണിനും. ഉറങ്ങുവാനും ഉണരുവാനും സഹായിക്കുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ പൈനിയൽ ഗ്രന്ഥിയാണെന്ന് പറയാം. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ആണ്. പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. അതായത് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ മെലാറ്റോണിൻ ആണെന്ന് പറയാം. അടുത്തത് പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഹോർമോണായ സെറാട്ടോണിൻ. ഉണരാൻ സഹായിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ. പകൽ സമയങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ. വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ. അപ്പോൾ നമ്മൾ ഇന്ന് അന്തസ്രാവി ഗ്രന്ഥികളിലെ 3 ഗ്രന്ഥികളെ കുറിച്ച് പഠിച്ചു. ഇനി 3 ഗ്രന്ഥികളും കൂടെയുണ്ട്. അത് വരും ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ചെയ്തിരുന്നതാണ്. ദയവായി ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. താങ്ക് യു.